പ്രഗ്നൻസി ഫങ്ഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെൽഫ് മേക്കപ്പാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു തട്ടിക്കൂട്ടി മേക്കപ്പാണ്. ഫസ്റ്റ് ഞാൻ ലെൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മോയ്സ്ചറൈസറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളർ കറക്റ്റർ ഇട്ട് കൊടുക്കാം. കുറച്ച് ഓറഞ്ച് കളർ കറക്റ്റർ കയ്യിലെടുത്തിട്ട്, ഇപ്പോൾ ഒരു ടിപ്പായിട്ട് ഞാൻ കണ്ടതാണ്, കയ്യിലിട്ട് കൊടുത്തിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കൂടുതൽ പ്രോഡക്റ്റ് അതിലോട്ട് ഫേസിലാവില്ല, എല്ലാം കൈ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാതെ ഇങ്ങനെ ഇതായിട്ട് ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടതാണ്. പ്രൈമർ ഇട്ട് കൊടുക്കും, കുറച്ച് പ്രൈമർ ഇട്ട് കൊടുക്കും. കുറച്ച് ഓറഞ്ച് കളർ കറക്റ്റർ ഇട്ട് കൊടുത്തിട്ട് പീച്ച് കളർ കറക്റ്ററും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കവറാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പെട്ടെന്ന് റെഡി ആവണം, എനിക്ക് സാരി ഉടുക്കണം. ഓക്കെ, കളർ കറക്റ്റർ ഇതാണ് എൻ്റെ ഇന്നത്തെ പാലറ്റ്, മിക്സിങ് പാലറ്റ്. അപ്പം എന്നിട്ട് ഇനി ഈ ഒരു ഇതും എൽ എ ഗേളുടെ തന്നെ, എൽ എ ഗേളുടെ പീച്ച് കറക്റ്റർ. എൻ്റെ ചുണ്ടൊക്കെ ഭയങ്കര ഡ്രൈ ആണ്, ലിപ്സ്റ്റിക്കൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് യൂസ് ചെയ്യുമ്പോൾ. കറക്റ്റായി പറഞ്ഞാൽ ഈ പീച്ച് കളർ കറക്റ്റർ നമ്മൾ യൂസ് ചെയ്ത കൺസീലർ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അത്ര പിഗ്മെൻറ്റേഷൻസ് ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ കൺസീലർ അല്ലെങ്കിൽ ഈ ഒരു പീച്ച് കളർ കറക്റ്റർ മീഡിയം സ്കിൻ ടോണിന് കറക്റ്റായിരിക്കും. ഓവറായിട്ട് എനിക്ക് വേണ്ട ഫൗണ്ടേഷനൊക്കെ ഇട്ട് അങ്ങനത്തെ മേക്കപ്പ് വേണ്ട, അതാണ് ഞാൻ കയ്യിലെടുക്കാമെന്ന് വിചാരിച്ചത്. നമുക്ക് കൺസീലർ ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് ഒരു ഡാർക്ക് കൺസീലർ എടുത്തിട്ടുണ്ട്, സ്വിസ് ബ്യൂട്ടിയുടെ വാം സാൻഡ്. ഇത് തന്നെ എൻ്റെ ഇതിനേക്കാൾ കുറച്ച് പൊടിക്ക് ഡാർക്കറാണ്. അതിനെ ഇവിടെ ഒന്ന് ഇട്ട് ഈ ഒരു കളേഴ്സ് ഇട്ട് ഇവിടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ ആ ഭാഗത്ത് കുറച്ചുകൂടെ ലൈറ്ററായിട്ടുള്ള കൺസീലർ ഞാൻ ഇട്ട് കൊടുക്കും. കുറച്ചൊന്ന് ഉണങ്ങട്ടെ. അപ്പോൾ കണ്ണിൻ്റെ ഭാഗത്തേക്ക് ഇതിലെടുത്തിട്ട് കയ്യിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകും. ഞാൻ കണ്ട ഒരു ടിപ്പാണ്, മാക്സിമം ഇവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നർ കോർണേഴ്സിൽ ഇത് പ്രോഡക്റ്റ് കൂടുതൽ ഇങ്ങനെ ഇതായി നിൽക്കില്ല, കേക്കി ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കില്ല. ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ഫസ്റ്റ് ഇവിടുത്തെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റിന് ഈ മേക്കപ്പ് ഒന്നും ചെയ്താലൊന്നും ലാസ്റ്റ് ആവില്ല. അതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ ഇടണോ വേണ്ടേന്ന് ആണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒലിച്ചിറങ്ങും. ഇവിടെ ആ പ്രോഡക്റ്റ് ഇട്ടിട്ട് ഇങ്ങോട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നതിന് നല്ലതെന്ന് തോന്നുന്നു. ഇവിടെ കൂടുതൽ ഇതായിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വര വരയായിട്ട് നമുക്കിവിടെ ഒരു റിങ്കിൾസ് പോലെ കണ്ണിൻ്റെ അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഇതായിരിക്കില്ലേ കൺസീലർ ഇങ്ങനെ വര വരയായിട്ട്. ഈ ഭാഗത്തൊക്കെ കുറച്ചിട്ട് കൊടുക്കാം. ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാത്തത് കൊണ്ട് ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇവിടെ വന്നിട്ട് ഈ ഭാഗത്ത് ഇവിടെ വന്നിട്ട് കുറച്ച് ഡ്രൈനെസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടെ കൂടുതൽ പ്രോഡക്റ്റ് യൂസ് ചെയ്താലും ഒരു ഇതായിട്ടിരിക്കും, ഒരു വിണ്ട് കയറിയതുപോലെ. അതുകൊണ്ട് കുറച്ച് മോയ്സ്ചറൈസർ അവിടെ ഇട്ട് കൊടുത്താൽ
ഹോർമോൺ ചേഞ്ചസ് വരുമ്പോൾ വരുന്ന ഒരു ഡിഫറൻസാണ് ഇപ്പോൾ ഉള്ളത് എനിക്ക്. ഇത്രയും വേണ്ടി ബേസായിട്ട്. ഇനി ലൂസ് പൗഡറും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. മെബിലൈൻ്റെ ലൂസ് പൗഡർ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അത് തന്നെയാണ് ഞാൻ എടുത്തത്. കഴുത്തിലിട്ട് കൊടുക്കണം. ആ കഴുത്തിൽ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാത്തത് കൊണ്ട് അങ്ങനെ കളർ ഡിഫറൻസ് വരാൻ ചാൻസ് ഇല്ല ഫേസും കഴുത്തുമായിട്ട്. അതുകൊണ്ട് പൗഡർ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഐ ഷാഡോ എന്ന് ഞാനൊരു പീച്ച് ഐ ഷാഡോ പാലറ്റാണ് എടുത്തിട്ട് റെഡ് കളർ സാരിയാണ്. പക്ഷെ ഞാൻ കളർ റെഡൊന്നും കൊടുക്കണില്ല. അത് ഈ ഒരു പീച്ച് ഷെയ്ഡ് തന്നെ ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഐ മേക്കപ്പാണ്. ചിലപ്പോഴേ ഞാൻ ലാഷസും വയ്ക്കുകയുള്ളൂ. കാണാൻ നേരിട്ട് ഒരുവിധം ഓക്കെ ആയിട്ടിരിക്കണം. ഇപ്പം വീഡിയോയിൽ നല്ല കളറായിട്ട് ഇട്ട് കൊടുത്താൽ വീഡിയോയിൽ നന്നായിരിക്കും, പക്ഷെ നേരിട്ട് വന്നിട്ട് റെയിൻബോ കളർ പോലെ ഫുള്ളായിട്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ഒരു ന്യൂഡ് മേക്കപ്പ് ലുക്കായിട്ട് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. ഇതിന്ന് ഒരു ഗ്ലിറ്റർ ഷെയ്ഡായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്ത് കയ്യിലെടുത്തിട്ട് ചുമ്മാ ഇവിടെ മാത്രം ഇട്ട് കൊടുക്കുക. ഇത് താഴെ ഇനി കുറച്ച് ഇതുപോലത്തെ കളർ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആദ്യം എടുത്തില്ലേ അതേപോലത്തെ കളറിന് താഴെയും കൂടെ ഇട്ട് കൊടുത്തിട്ട് എന്ന് വെച്ചാൽ ഞാൻ താഴെ ചിലപ്പോഴേ അങ്ങനെ കണ്ണെഴുതുള്ളൂ കാജൽ യൂസ് ചെയ്തിട്ട്. എന്നിട്ട് ഞാൻ ഐബ്രോ ഒന്ന് ചെറുതായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കണം. സ്വിസ് ബ്യൂട്ടിയുടെ പൗഡർ ഐബ്രോ എടുത്തിട്ട് ഇവിടെയൊക്കെ കുറച്ച് ഇല്ലാത്ത ഭാഗത്ത് മാത്രം പിന്നീട് ഞാനങ്ങ് മറന്നുപോയി ഐബ്രോയുടെ കാര്യം. പക്ഷെ നമ്മൾ ഐബ്രോ ആണ് എന്താണ് ത്രെഡ് ചെയ്യാതിരിക്കുമ്പോഴുള്ള ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഉണ്ടാവില്ലേ. അതുകൊണ്ട് ഐബ്രോ ആണ് എപ്പോഴും ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അടുത്ത് കണ്ണെഴുതാം. ഇതെടുത്തിട്ട് മുകളിലൊന്ന് ഞാൻ പിടിച്ചിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് കൂടുതൽ വരച്ചു കൊടുത്തിട്ടില്ല, ഫില്ല് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ആ ഗ്യാപ്പ് ഒന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ബ്രഷിൽ കുറച്ചിങ്ങനെ എടുത്ത് എല്ലാ ഒരു ബ്രഷും ഇവിടെ കൂടെ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാൻ പോവാണ്. കൂടുതൽ ഡയറക്റ്റായിട്ട് വരയ്ക്കാതെ ഞാൻ 5-ാം മാസം വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ഞാൻ ഇതിൻ്റെ താഴെ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ചാനൽ കയറി നോക്കിയാൽ മതി. കൂടുതൽ ഇട്ടാൽ ശരിയാവില്ല. എന്നിട്ട് മാർസിൻ്റെ പാലറ്റിൽ നിന്ന് ബ്രൗൺ കളർ ഷെയ്ഡ് എടുത്തിട്ട് സ്മഡ്ജ് ആവാതിരിക്കാൻ അതിൻ്റെ അടുത്തൂടെ ഇട്ട് കൊടുക്കാം. ഈ മൈഗ്ലാമിൻ്റെ ഐലൈനർ എടുത്തിട്ട് ഞാൻ മുകളിൽ മാത്രം ഒന്ന് വരച്ചു കൊടുക്കാമോ. സൂക്ഷിച്ച് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ
ഇത്രയും നേരത്തെ ഐ ഷാഡോ എല്ലാം വെള്ളത്തിൽ കിടക്കും. ചെറിയൊരു വാലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ മേക്ക് ഓവർ ചേർന്ന് വലിയ വാലായി കൊളാവും. ഇതിന് ലാഷസ് വേണ്ടേ, മസ്കാര ഇട്ട് കൊടുക്കും. ലാഷസ് ഇത് ഇതിൻ്റെ ഫേസസ് കാനഡയുടെ മസ്കാരയാണ്. കുറേ നാളെ ഞാൻ ഉപയോഗിച്ചിട്ട് സാധനം കട്ട പിടിച്ചോന്നു പറഞ്ഞൂടാ. എനിക്ക് നല്ല ഇഷ്ടമുണ്ട്. ഇത് വാട്ടർ പ്രൂഫ് അല്ല, അതുകൊണ്ട് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒരു പൗഡർ ബ്ലഷ് എടുക്കാം. പൗഡർ ബ്ലഷ് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. പൗഡർ ബ്ലഷ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് ക്രീം ബ്ലഷ് എടുക്കും. അതാണ് വേറൊരു ടിപ്പ്. എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യാനായിട്ട്. ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുള്ളൂ, അതിലൊന്നും കണ്ടുകൊടുക്കുന്നു. അത് മതി. എന്നിട്ട് ഹൈലൈറ്റർ ഇട്ട് കൊടുക്കണം. കുറച്ച് കോണ്ടോർ ഇവിടെ ചെയ്ത് കൊടുക്കാം. കുറച്ച് വണ്ണം വെച്ചപ്പോൾ കവിള് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മൂക്കിൻ്റെ അവിടെയും കവിളിൻ്റെ അവിടെയും മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. NYBയുടെ ക്രീം ബ്ലഷ് കുറച്ചെടുക്കാം. കൈ തുടയ്ക്കാം, അല്ലെങ്കിൽ കോണ്ടോർ ആയിരിക്കും. കുറച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? എനിക്ക് ക്രീം ബ്ലഷാണ് കുറച്ചുകൂടെ ഇഷ്ടം. കൈ കൊണ്ട് അല്ലെങ്കിൽ ബ്രഷ് കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഒപ്പിക്കണം. അപ്പോൾ ഹൈലൈറ്റർ കുറച്ച് എടുത്തിട്ട് ഈ വീശറി എടുത്തത് ഇവിടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഗോൾഡൻ കളർ ഇട്ട് കൊടുക്കാം അല്ലേ, കാരണം എൻ്റെ സാരി വന്നിട്ട് പട്ട് സാരിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, അവിടെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കും, എന്നാലും പിന്നീട് ഇടേണ്ടി വരും. ഇനി ന്യൂഡ് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ഓക്കെ, സെറ്റിംഗ് സ്പ്രേയും കൂടെ ഇട്ടാൽ കംപ്ലീറ്റ്. NYBയുടെ സെറ്റിംഗ് സ്പ്രേ എടുത്ത് ദൂരെ വെച്ചിട്ട് കണ്ണാടി അതവിടെ നമുക്ക് ലിപ്സ്റ്റിക് സെലക്ട് ചെയ്യാം. ഈ ലിപ് ലൈനർ എടുക്കാം. ഈറ്റിൻ്റെ ലിപ് ലൈനറും പിങ്ക് ഷെയ്ഡ് ഞാൻ കൊണ്ടുവന്നില്ല. ലിപ് ലൈനർ ചെറുതായിട്ട് ഇട്ട് കൊടുക്കും. ലിപ്സ്റ്റിക് ഇടുന്നത് വരെ ഭയങ്കര ശോഭനീയമായിട്ട് തോന്നി. ഇപ്പോഴങ്ങനെ നോക്കട്ടെ. ന്യൂഡ് ഷെയ്ഡ്
എനിക്ക് കുറച്ചുകൂടി ഉള്ളിലായിട്ട് ഒരു പിങ്ക് വരുന്നത് ഇഷ്ടമാണ്, പക്ഷെ ആ ലിപ്സ്റ്റിക്കിനെ കാണാനില്ല. പിന്നീട് എടുത്തതാണ്. ഓക്കെ, കഴിഞ്ഞു. പൊട്ട് വയ്ക്കണം അല്ലേ? അപ്പം ഞാൻ ഈ സാരി കൊടുത്തിട്ട് സമയമായി. സോ പെട്ടെന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് സാരിയൊക്കെ ഉടുത്തിട്ട് വന്നതിന് ശേഷം ആദ്യം ഹെയർ സെറ്റ് ചെയ്യണം. അതിന് മുൻപേ നെറ്റിച്ചുട്ടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെറ്റിച്ചുട്ടി വെക്കാനായിട്ട് യൂട്യൂബിൽ നിന്ന് തന്നെ ഒരു ടിപ്പ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. വേറെ കയറോ വാലോ ഒന്നിൻ്റെയും ഹെൽപ്പില്ലാതെ നമ്മുടെ ഹെയർ വെച്ച് തന്നെ ഇതുപോലെ നെറ്റിച്ചുട്ടി വയ്ക്കാം എന്നാണ് കണ്ടത്. അതിനായിട്ട് ബാക്കിൽ നിന്ന് കുറച്ച് ഹെയർ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ നെറ്റിച്ചുട്ടിയുടെ ഒരു എൻഡിൽ ഇങ്ങനെ കയറ്റി ഇറക്കി ബാക്കിലോട്ട് വച്ച് ഫ്രണ്ടിൽ എത്ര നീളം വേണോ അത് നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ബാക്കിൽ സെക്യൂർ ചെയ്ത് പിന്നു വെച്ചൊക്കെ വയ്ക്കാനായിട്ട്. സ്ലൈഡ് വെച്ച് ഇതുപോലെ വയ്ക്കണം. അപ്പോൾ സംഭവം നല്ല രീതിയിൽ വർക്കായി. അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പേടിയുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ആ നെറ്റിച്ചുട്ടിയുടെ അടിയിലായിട്ട് വെച്ചിട്ട് ഒട്ടിച്ചു വെച്ചാൽ അങ്ങനെ ഇരിക്കും. ആ ഒരു ടേപ്പ് നോക്കിയപ്പോൾ കണ്ടില്ല, അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. തേടിയിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ ഹെയർ സ്റ്റൈലൊന്നും എനിക്ക് അത്ര പിടിയുമില്ല, ഹെയർ സ്റ്റൈലൊന്നും ചെയ്യാനും വന്നില്ല, സമയവുമായി. അതുകൊണ്ട് സാധാരണ രീതിയിൽ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ ഹെയർ എടുത്ത് അങ്ങനെ വെച്ചു. ഫ്രണ്ടിൽ ഞാൻ ചെറിയ രീതിയിൽ സ്ട്രൈറ്റൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പറയില്ല കണ്ടാൽ. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഹെയർ സെറ്റ് ചെയ്ത് വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ എക്സ്റ്റൻഷൻ എടുത്ത് വെച്ച് എല്ലാത്തിനെയും മറച്ചു വെച്ച് പൂവും കൂടെ വെച്ച് സെറ്റ് ചെയ്ത് എടുത്തു എന്ന് പറയാം. ഒരു ഹെയർ സ്റ്റൈലും ഇല്ല, ഒരു എന്താണ് എങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി വെച്ച ഒരു ഹെയർ സ്റ്റൈലാണ് സമയമില്ലാത്ത നേരത്ത്. അപ്പോൾ പൂവ് ഒരുവിധം രീതിയിലൊക്കെ അങ്ങ് പിൻ ചെയ്ത് വെച്ചു. പിന്നെ എൻ്റെ സിസ്റ്റർ വന്ന് ഹെൽപ്പ് ചെയ്ത് തന്നു. അടുത്ത് മാലയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ എൻ്റെ ഈ ബ്ലൗസ് കാണുമ്പോഴേ മനസ്സിലാവും വൃത്തികേടായിട്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു 5th മന്ത് ചടങ്ങിന് വേണ്ടിയിട്ട് ബ്ലൗസ് തയ്ക്കാൻ പറ്റിയില്ല, സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് ഇതെൻ്റെ കല്യാണ സാരിയാണ്. അപ്പോൾ കല്യാണ ബ്ലൗസ് ഇപ്പോൾ കണക്കാകില്ല. അപ്പോൾ ഈ ഒരു ബ്ലൗസ് കുറച്ച് പൊളിക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അൺസ്റ്റിച്ച് ചെയ്ത് കുറച്ച് ലൂസാക്കിയിട്ട് ഇട്ടതാണ്. ഇട്ടപ്പം കുറച്ച് പഴയ ആ ഒരു ഇതെല്ലാം പോയി, ഷേപ്പിൻ്റെ ആ ഒരു ഡിഫറൻസ് ഇത് വന്ന ഒരു എന്താണ് ഒരു രീതിയിലൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയാം. സോ അതാണ് ബ്ലൗസ് ഈ ഒരു രീതിയിലിരിക്കുന്നത്. പിന്നെ എൻ്റെ സ്വർണ്ണാഭരണങ്ങളെല്ലാം എടുത്തിട്ടു. ഒരു നെക്ലേസ് ടൈപ്പും ഒരു ലോങ് ചെയിനുമായിട്ട്, ഹാരം എന്ന് പറയൂല, ഹാരം എന്നാണ് തോന്നുന്നു, അങ്ങനത്തെ ഒരു സെറ്റായിട്ടുള്ളതാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഈ ഒരു ചടങ്ങിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചത് നെറ്റിച്ചുട്ടിയും ഒരു മാലയുടെ ആവശ്യം ഇല്ലായിരുന്നു, കുറച്ചുകൂടെ സിമ്പിളായിരുന്നു, കുറച്ചുകൂടെ കൊള്ളാമെന്ന്. എന്തായാലും അത് നമുക്ക് 7th മന്തിൽ പരിഗണിക്കാം. കുറച്ചുകൂടെ സിമ്പിളാക്കാൻ നോക്കണം. എൻ്റെ ഫോട്ടോസ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണുമ്പോൾ മനസ്സിലാവും ഡിഫറൻസ്. അതിൽ ഞാൻ ഈ നെറ്റിച്ചുട്ടിയും ഒരു മാലയും നെക്ലേസും മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. സോ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു മേക്കപ്പ് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ കമൻറ്റിലൂടെ പറയണേ. അതിൻ്റെ 5th മന്ത് വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർക്ക് ചാനലിൽ കയറി നോക്കാം. ഇനി അടുത്ത് പിന്നെ ഞാൻ ഫസ്റ്റ് ന്യൂഡ് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞു കുറച്ചുകൂടെ എന്താണ് റെഡ് കളർ ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കയ്യിൽ റെഡ് കളർ അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഷെയ്ഡാണ് ഞാൻ പിന്നെ ലാസ്റ്റിൽ ഇട്ട് കൊടുത്തത്. ഒരു പിങ്ക് ലിപ്സ്റ്റിക്, ആൽമണ്ട് പിങ്ക് ലിപ്സ്റ്റിക് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അത് കാണാനില്ല. സോ വീഡിയോ തീർന്നു. ഓക്കെ, ബൈ, താങ്ക് യു.